ഈ വിറ്റാർ ഹിറ്റ് ആവോ? ഇതിന് എന്ത് റേഞ്ച് ഉണ്ട്? ഇതിന് എന്ത് വില ഉണ്ടാവും? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ? ആദ്യത്തെ ചോദ്യം വണ്ടി എങ്ങനെ ഉണ്ടെന്നുള്ളതല്ലേ. വണ്ടിയുടെ രൂപം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരിത്തിരി മസിൽമാൻ ആണ്, ഒതുങ്ങിയ രൂപമാണ്. ഒരു ഇലക്ട്രിക് കാറിന് ഏലിയന്റെ രൂപം വേണ്ട എന്നുള്ളതും, ഒരു കാറ് പോലെ കണ്ടാൽ മതി, ഒരു SUV പോലെ കണ്ടാൽ മതി എന്നുള്ളതും ഈ കാറിലേക്ക് എന്നെ അടുപ്പിക്കുന്നുണ്ട്. സ്പേസ് ഉണ്ടാക്കാൻ പറ്റും, സ്പേസ് കളയാൻ പറ്റും, റിക്ലൈൻ ചെയ്യാൻ പറ്റും, ഏത് പൊസിഷനിൽ വേണമെങ്കിൽ സീറ്റ് വെക്കാൻ പറ്റും. പക്ഷേ ബാക്ക് സീറ്റ് അത്ര പോരാ. ഇവിടെ ഒരു ആംറസ്റ്റ് ഉണ്ട്, ഒന്നുകിൽ ആംറസ്റ്റ് അല്ലെങ്കിൽ സീറ്റ്. ഇത് ആംറസ്റ്റ് ആക്കിയാലോ ബൂട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാം. കട്ടണുകളില്ല, സൺറൂഫേ ഇല്ല, അത് മൂൺ റൂഫാണ്. മാരുതി സുസുക്കിയിൽ നമ്മൾ അധികം കാണാത്ത തരത്തിലുള്ള ഒരു ഡാഷ്ബോർഡ്, സ്റ്റിയറിംഗ്, സ്ക്രീൻ, സീറ്റ് ഡിസൈൻ ആണ്. അല്ലെങ്കിൽ മാരുതിയായിട്ടുള്ള സാമ്യം എന്ന് പറയുന്നത് പെഡലുകൾ മാത്രമേ ഉള്ളൂ. സെലേറിയോ മുതൽ കാണുന്ന പെഡലുകളാണ്. ഈ സീറ്റ് ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, വെന്റിലേറ്റർ സീറ്റ് ഉണ്ട്. ഷിഫ്റ്റിന്റെ കാര്യം എടുത്ത് പറയണം, കാരണം ഷിഫ്റ്റ് ചെയ്യാം, ഫോൾ ഷിഫ്റ്റ് വരില്ല. ഞാനിത് പറയുന്നത് കാരണം അങ്ങനെ വരുന്ന വണ്ടികളുണ്ട്. ബ്ലേഡ് ബാറ്ററി യൂസ് ചെയ്യുന്ന ഈ വിറ്റാര മാന്യമായിട്ട് ഓടിച്ച 450+ റേഞ്ച് കട്ടായമാണ്. ഞാൻ ആഗ്രഹം ഓടിച്ചത് കണക്കൂട്ടിലൊക്കെ ചില ആളുകൾ എക്സൽ നടത്തിയിട്ടുണ്ട്. അത് വെച്ച് പറഞ്ഞാൽ ആദ്യത്തെ ട്രിപ്പിൽ എനിക്ക് 67 12% ഏറെക്കുറെ 351, 80 12% 359. ഇതാണ് കിലോമീറ്റർ കിട്ടിയ കാൽക്കുലേഷൻ. 350 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ ഈ വണ്ടി ഗണ്ണ് ചെയ്യായിരുന്നു. എക്സ്പ്രസ് വേയിൽ 120 കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത്. എഫിഷ്യന്റ് സോൺ എന്ന് പറയുന്നത് 70 to 90 ആണ്. 8 കിലോമീറ്റർ വരെയൊക്കെ 1 kWh ഓടിക്കാൻ പറ്റും. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ചടപടയുന്ന റേഞ്ച് പോകുന്നത്. ഇപ്പൊ 8 എന്നൊക്കെ പറയുമ്പോൾ തന്നെ 1 kWh പറയുമ്പോൾ 18 80, 100 അതിൽ 800 ആണ്. അതൊന്നും കിട്ടില്ല. ഒരു 5 വെച്ച് ഓടിച്ചാൽ പോലും 450+ ഈസി ആയിട്ട് കിട്ടും. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. പ്രൈസ് വന്നിട്ട് ബാക്കിയോട് പറയാം.